കാസർഗോഡ് കുമ്പള സ്കൂളിൽ നിർത്തിവെച്ച കലോത്സവം പുനരാരംഭിച്ചു. പലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം അവതരിപ്പിക്കപ്പെട്ടു. ശിരോവസ്ത്രമണിഞ്ഞാണ് മത്സരാർത്ഥികൾ മൂകാഭിനയത്തിനെത്തിയത്. ഇത് അടുത്ത ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തതാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ ഇത് കണ്ടിട്ട് അത് കണ്ടിട്ട് ബൽഗാമിൽ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം പിന്നെ ഒരേ വേദിയിൽ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ അത് കൊണ്ട് ഫലസ്തീൻ്റെ തീം എടുത്ത് ചെയ്തതാണ്. പിന്നെ സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും അവസരം തന്നതിൽ. ഹ്യൂമാനിറ്റി മാത്രമാണ്, ഒരു മനുഷ്യത്വത്തിൻ്റെ ഇത് എല്ലാവരും കാണിക്കണം എന്നുള്ളൊരു സന്ദേശമാണ്. നമ്മൾ എന്തെങ്കിലും എന്താ പറഞ്ഞെങ്കിൽ നമുക്കും ഫാമിലി എല്ലാവരും കൺവേർട്ടാക്കി നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥയും അങ്ങനെ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നി അങ്ങനെ ചെയ്യാൻ, ഫലസ്തീന് വേണ്ടിയിട്ട് ചെയ്യാം, അത് നമ്മൾ ചെയ്യാം. അതേസമയം മൂകാഭിനയത്തിനെതിരെ സ്കൂളിലേക്ക് BJP മാർച്ച് നടത്തി. യുടെ അഭിവാദ്യങ്ങൾ, ദേശീയതയുടെ അഭിവാദ്യങ്ങൾ, ജയ് 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 യുവമോർച്ച, തോമസ് സാറിന് അഭിവാദ്യങ്ങൾ, ജയ് 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 ഭാരത് മാതാ, ജയ് 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 യുവമോർച്ച, ജയ് 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 ഭാരത് മാതാ. എന്തിനാണ് സിന്ദൂറിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്? ഇത് പറയേണ്ടി വരും. അങ്ങനെ കേസെടുക്കുമ്പോൾ പാലസ്തീന്റെ കൊടി ഉയർത്തും. വിവരങ്ങളുമായി ചേരുന്നത് ജോസഫെ. നമ്മൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ തൊട്ട് ഏറ്റവും പ്രധാനമായി ഈ ഒരു സംഭവത്തിലെ ഒരു ഘടകം പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഇരുപക്ഷത്തെയും അനുകൂലിക്കുന്ന ആളുകളുണ്ട്. എന്നിരുന്നാലും ആ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ഒരു മൈം അവതരിപ്പിക്കാനായി തയ്യാറെടുത്ത കുട്ടികളുടെയോ അല്ലെങ്കിൽ കുട്ടികളെ ഈ ഒരു മൈം പഠിപ്പിച്ച അധ്യാപകന്റെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രതിഷേധിച്ച BJP ഇപ്പോൾ ഉയർത്തുന്ന വാദം എന്താണ് ജോസഫെ?